സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് ഹരിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തയ്ലാർ. കഴിഞ്ഞ 2 ഭാഗങ്ങളായിട്ട് നഷ്ടം വന്നവർക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ സീരീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. പക്ഷേ എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, ചേട്ടാ ഇത് ഒന്നിച്ചെല്ലാം കൂടി റിലീസ് ചെയ്ത് കൂടെ എന്നുള്ള ചോദ്യമാണ്. വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത്. അവരോടൊക്കെ ഞാൻ മറുപടി അതുപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ക്ഷമ, ആവശ്യമായ സമയം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായ സമയം നൽകാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. ഇവിടെ ഷോർട്ട് കട്ട് ഇല്ല, ക്വിക്ക് പ്രോഫിറ്റ്, അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. ടെക്നിക്കൽ വേർഡ്സിൽ പലതും എന്താ പറയുക, സ്മാർട്ട് മണി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കൂടി അതൊക്കെ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഒരിക്കലും നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ലോട്ടറി അടിക്കുന്ന പോലെയുള്ള പരിപാടികൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി വേഗത്തിലാണ് വീഡിയോ റിലീസ് ചെയ്യുന്നത്. എങ്കിൽ കൂടി അവർക്ക് ഒന്നിച്ച് എല്ലാം വാരിത്തന്നണം എന്ന ചിന്തയുള്ള ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എഴുതി വെച്ചോളുക. നിങ്ങൾ അടുത്ത വാഷ് ഔട്ടിലേക്ക്, അടുത്ത ലോസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സ് പാകപ്പെടുത്തിയിരിക്കണം, ആവശ്യമായ സമയം കൊടുത്തിരിക്കണം. വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ഇതൊരു കച്ചവടമാണ്, ഒരു റെഗുലർ ഇൻകം ആയിട്ട് മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ, ഇതിനകത്ത് 100% ലാഭം എന്നുള്ളത് യൂട്യൂബേഴ്സിന് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. അപൂർവം ദിവസം, 100-ൽ 5-6 ദിവസം മാത്രമാണ് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം ഉണ്ടാവുക. അന്ന് ചിലപ്പോൾ അന്നേ ദിവസം നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് ആ അവസരം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. സോ ആ വലിയ പ്രോഫിറ്റ് എന്നൊരു സംഭവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. കൃത്യമായ വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ഈ ഭിത്തി കെട്ടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇഷ്ടികയോ കല്ലോ വെട്ടുകല്ലാണെങ്കിൽ അത് ഒരെണ്ണം വെച്ചു, അതിനടുത്ത് സിമെന്റ് ഇട്ട് അടുത്തത് വെച്ചു, അങ്ങനെയാണ് ആ ഒരു വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു മെഷീൻ വന്നിട്ട് കല്ലുകൾ മൊത്തം പെറുക്കി അങ്ങ് ഇട്ട് അങ്ങനെ പണിത് പൊക്കുന്നതല്ല. എല്ലാ കാര്യം നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എങ്കിൽ കൂടി അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ, റിയൽ ലൈഫിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. ഞാൻ തുറന്നടിച്ച് പറയുകയാണ്, നെഗറ്റീവാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം. പക്ഷേ അതാണ് അതിൻ്റെ റിയാലിറ്റി. നിങ്ങൾക്ക് പുറത്ത് കാണുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. വിജയിക്കാനുള്ള മന്ത്രങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ ലോകം മുഴുവൻ നമ്മൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മൾ അതിന് തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. നിങ്ങൾ പരാജയപ്പെടാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ച് കൊടുക്കുന്നത് വരെയും ഒരാൾക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അത് ട്രേഡിംഗ് ആയാലും മത്സരമായാലും എന്തു തന്നെയായാലും. സോ ഇന്നിപ്പോൾ ഞാൻ ചെറിയ ആക്ഷൻ പ്ലാനൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വീഡിയോന് വേണ്ടിയിട്ട് റഷ് ചെയ്യാതിരിക്കുക. വളരെ സമയമെടുത്ത് കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിന് ട്രേഡ് ചെയ്ത് ഒരുപാട് കാശ് കളഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇനി സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ട് ചെറിയ രീതിയിൽ എങ്ങനെയും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഒരുവിധം മനസ്സിനെയൊക്കെ പാകപ്പെടുത്തിയെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നതല്ലേ. ഇപ്പോൾ നിങ്ങൾ സെറ്റാണ്, നിങ്ങൾക്ക് ഇരിക്കാനുള്ള നല്ല കംഫർട്ടായിട്ട് റൂമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഇൻ്ററപ്റ്റ് ആവാത്ത ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സോ നിങ്ങളുടെ ബുക്കും പേപ്പറും നിങ്ങളുടെ ടേബിളിലുണ്ട്. വളരെ സേഫായിട്ട്, വളരെ കംഫർട്ടായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു അറ്റ്ലീസ്റ്റ് ടെർമിനലിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ആ ഒരു ഓർഡർ ഫോം എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ വാക്കുകളും നിങ്ങൾക്കറിയാമോ? അതുപോലെ ലിക്വിഡിറ്റി, ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമോ? അത് അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷെ അറിയുമോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങൾക്കറിയാം എന്നുള്ളത്. കാരണം നിങ്ങൾ വണ്ടി എടുത്ത് പുറത്തോട്ട് പോവാണ്, ഗിയർ ഏതാണ്, ക്ലച്ച് ഏതാണ്, ഹോൺ ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഒരാവശ്യം വന്നാൽ എങ്ങനെയാണ് ഉപയോഗിക്കുക? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റിവേഴ്സ് ഗിയർ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അത് എവിടെയാണെന്ന്. ഒരു വണ്ടി ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിങ്ങൾ എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുക? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതെല്ലാം ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതറിയാം എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പാക്കുക. ഓൾറൈറ്റ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ പുതിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടി നിങ്ങൾ തയ്യാറാണ്. അത് റിവ്യൂ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ തയ്യാറാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഇത് ഒരുപാട് തിയറി തള്ളി മറിക്കുകയാണല്ലോ എന്ന്. പക്ഷേ ഇത് നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുത്തിട്ടില്ലെങ്കിൽ
പൊന്നു സഹോദര, നിങ്ങൾ വീണ്ടും പരാജയപ്പെടും. പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി എവിടെയൊക്കെ ട്രാപ്പ് വരും അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിളിച്ച് പറയുന്നത്. സോ ഉൾക്കൊള്ളുക പരമാവധി. കാരണം ഒരു പ്രാവശ്യം വാഷ് ഔട്ട് ആവുന്നത് ഏതൊരാൾക്കും സംഭവിക്കുന്നതാണ്. രണ്ടാമത് വാഷ് ഔട്ടൊന്നും പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. മൂന്നാമത് വാഷ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ച് കയറി വരാൻ പറ്റില്ല. അയാൾ വലിയ കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നവർക്ക് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. സോ ആ സെൻസിൽ തന്നെ എടുക്കുക. ഇത് ഞാൻ പുതിയ ആൾക്കാരോടല്ല പറയുന്നത്, മാർക്കറ്റിൽ വന്ന് കൈ പൊള്ളിയ ആൾക്കാരോടാണ്. സോ അവർക്ക് ഒരു പരിധി വരെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ നിങ്ങൾ റീസെൻ്റ്ലി ഇപ്പോഴാണ് ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് വന്നിട്ട് വാഷ് ഔട്ടായി ഇരിക്കുന്ന ആളാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എൻ്റെ കാശ് പോയി അത് തിരിച്ചു കിട്ടണം. ഈ ചങ്ങാതി എന്തായി കുറേ തള്ളി വിട്ട് മറിക്കുന്നത്, ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരാറ്, നെഗറ്റീവ് അടിക്കാതിരുന്നൂടെ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് റീസെൻ്റ്ലി ലോസ് വന്നു. അവരുടെ മനസ്സ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അവരുടെ മനസ്സ് ആ നഷ്ടം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒന്ന് സമയം കൊടുക്കുക. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മാസം നിങ്ങൾ ക്ലിയർലി ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ എൻട്രി സെറ്റപ്പ്, നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് പോളിസി ഒന്നല്ല ഞാൻ പറയുന്നത്, എൻട്രി സെറ്റപ്പ് സ്ട്രോങ് ആയിരിക്കണം. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ട് ഓപ്പണിങ്ങിൽ നിന്ന് താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ OHL ഓപ്പൺ ഹൈലോ സ്ട്രാറ്റജി ഉണ്ട്. അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജി അല്ലെങ്കിൽ മൂവിങ് ആവറേജിൻ്റെ ക്രോസ് ഓവർ, ഫിബൊനാച്ചിയുടെ അതിൻ്റെ പിവോട്ട് ലെവൽസിനെ ബേസ് ചെയ്തിട്ട്, CPRനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റാസ് ലെവൽസിനെ ബേസ് ചെയ്തിട്ട്. റാസ് ലെവൽസ് ബേസ് ചെയ്ത് എൻട്രി എടുക്കുന്നവർക്ക് ഇതിൽ വീഡിയോ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നതിനേക്കാൾ കൂടുതൽ അത് നിങ്ങൾ എത്രത്തോളം ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. എൻട്രി സെറ്റപ്പ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് ലോസിനോട് ലോസ് തന്നെയായിരിക്കും ഉണ്ടാവുക. എപ്പോഴും സ്റ്റോപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് നഷ്ടത്തിലേക്ക് പോകും. അതേപോലെ എൻട്രി സെറ്റപ്പ് കറക്റ്റാണ്, ബ്രേക്ക് ഔട്ടൊക്കെ കറക്റ്റായി തരുന്നുണ്ട്, കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സക്സസ് റേഷ്യോ 10 ട്രേഡ് നമ്മളിങ്ങനെ കിട്ടുമ്പോൾ അതിനകത്ത് മിനിമം 5 എണ്ണമെങ്കിലും, അതായത് 50% ഒക്കെ എങ്കിലും നിങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടായിരിക്കണം. 10 ട്രേഡ് എടുക്കുമ്പോൾ 5 എണ്ണം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോസിറ്റീവായി പോയിരിക്കണം. 5 എണ്ണം ലോസ് ആയി പോയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ണിൽ കണ്ടതൊക്കെ ട്രേഡ് ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഇതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ഏത് സെഗ്മെൻറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ നിന്നും മാറിപ്പോകരുത്. നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഒരു വർഷം നിങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യണം എന്നാണ്. ഒരു മാസം കഴിഞ്ഞത്തോളം നമ്മൾ റിക്കവറിയാണ്, അപ്പോൾ അതിൻ്റെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, കാശ് പോകരുത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വേണം, 30 ഡേയ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വിട്ട് പോകാൻ പറ്റും. ഓക്കെ. അതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇടയിൽ വെച്ചിട്ട് സ്ട്രാറ്റജി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇടയ്ക്ക് വെച്ചിട്ട് സെഗ്മെൻറ്റ് മാറ്റാനും ശ്രമിക്കരുത്. സ്ട്രാറ്റജി മാറ്റിയാലും പ്രശ്നമാണ്, സെഗ്മെൻറ്റ് മാറ്റിയാലും പ്രശ്നമാണ്. കാരണം നിങ്ങൾ 1 മുതൽ അവിടെ തൊട്ട് കംപ്ലീറ്റ് കൗണ്ടർ റീസെറ്റ് ചെയ്തിട്ട് 1 മുതൽ തുടങ്ങേണ്ടി വരും. സോ സെഗ്മെൻറ്റ് ഏതാണ് എന്നുള്ളത്, ഇപ്പം ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് എക്സ്, അങ്ങനെ ഒരുപാടുണ്ട്, മിഡ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട്, നിങ്ങളുടെ സൈക്കോളജിക്ക്, നിങ്ങളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റിനും സ്പീഡിനും അനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായി ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ നിങ്ങൾ പോവുക കേട്ടോ. ഒരിക്കലും നിങ്ങൾ എടുത്താൽ പൊങ്ങാത്ത കെട്ടെടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം ചെയ്യുക. ലാഭം ഒരുപാട് വേണം എന്നതല്ല ഇതിൻ്റെ ക്രൈറ്റീരിയ. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. നിങ്ങൾക്ക് എത്രത്തോളം കാശ് കിട്ടണം എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരിക്കലും സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യരുത്. ഏറ്റവും കംഫർട്ടായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർക്ക് ഏത് ചൂസ് ചെയ്താലും അതിലൊന്ന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ കുറച്ച് നാൾ ട്രേഡ് ചെയ്ത ആൾക്കാർ അവർക്ക് അറിയാൻ പറ്റും ഏതാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിൽ നിന്ന് മാറരുത്, സ്ട്രാറ്റജിയും മാറരുത്, സെഗ്മെൻറ്റും മാറരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം അത്. പിന്നെയുള്ള ഇനി അങ്ങോട്ടാണ് കുറച്ചൊരു അലമ്പ് പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബുക്കും പേനയും ഉണ്ടായിരിക്കണം, എഴുതിയിരിക്കണം കൈ കൊണ്ട് നിർബന്ധമായിട്ടും.
ഒരു ട്രേഡ് എടുക്കാം. നിങ്ങളുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം നിങ്ങൾക്കൊരു ട്രേഡ്, അതായത് രാവിലെ വന്നപ്പോൾ ഒരു മൂവിങ് ആവറേജിൻ്റെ ക്രോസ് ഓവർ ആണെങ്കിൽ ഓക്കെ, ഇന്ന ക്യാൻഡിൽ ഇന്ന സ്ഥലത്ത് ഈ പ്രൈസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് എനിക്ക് വാങ്ങിക്കാം, എത്ര രൂപക്ക് വാങ്ങിക്കാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി എന്നുള്ളത് കൃത്യമായിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുക്കുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ വാല്യൂസ് ഒക്കെ എഴുതി വയ്ക്കുക. ഒരു പേജിൽ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് എഴുതാൻ പറയുന്നതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എഴുതുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി, അത് എക്സൽ ഷീറ്റോ ഇതൊന്നും പറ്റില്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ പോകരുത്. കൈകൊണ്ട് ബുക്കിൽ എഴുതിയിരിക്കണം. ഞാനിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ ഏകദേശം 2018-19 ആ കാലം തൊട്ട് എഴുതി തുടങ്ങിയതാണ്. സോ ബുക്ക് പിന്നീട് കയറിക്കളയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആഴ്ചയിലൊന്ന് വായിക്കാനുള്ളൊരു സമയം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പേന കൊണ്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുക്കുന്നു, എന്തിനെടുക്കുന്നു, എന്തുകൊണ്ട് എടുക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ, ട്രേഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, എനിക്ക് ലോസ് വന്നു, പ്രോഫിറ്റ് വന്നു, ഇത്ര, അപ്പോൾ നിഫ്റ്റി ഇന്ന സ്ഥലത്തായിരുന്നു, നിഫ്റ്റി ഇന്ന രീതിയിൽ ഇത്ര പോയിന്റ് പോയി, അപ്പോൾ എനിക്ക് ഈ എൻട്രി പോയിന്റിൽ നിന്ന് ഇത്ര രൂപയിൽ നഷ്ടം വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും എഴുതി വെക്കുക. ഓരോ പേജിൽ ഡേറ്റ് ഇട്ടിട്ട് ഓരോ ദിവസവും എഴുതി വെക്കുക. അതിൻ്റെ കൂടെ എഴുതി വെക്കേണ്ട ഒരു സാധനം, ആ സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്, നിഫ്റ്റി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഡെക്സ് ഏതാണോ അതെത്രയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും പിന്നീട്. ഇനി അപ്പോൾ നമ്മൾ ട്രേഡ് ബുക്കൊക്കെ റെഡിയാണ്, എഴുതാൻ റെഡിയാണ്, അതിലൊന്നും ഒരലമ്പും കാണിക്കരുത്. ഈ ബുക്ക് എഴുതുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ടൈം, മാർക്കറ്റ് അവേഴ്സ് സ്പെൻഡ് ചെയ്യാനൊരു നല്ല പരിപാടിയാണത്. പെട്ടെന്ന് നമ്മൾ ഇമോഷണലായിട്ട് ഒരുപാട് നല്ല മൂവ്മെൻ്റാണ്, പെട്ടെന്ന് എടുക്കെന്ന് നമ്മളെ മനസ്സിൽ ആരോ ഇരുന്ന് ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചാടി അതിൽ എടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇത് എടുക്കുന്നു എന്ന് ഒരു പേജ് എഴുതുമ്പോഴത്തേനും ഏകദേശം ഒരു 5-6 മിനിറ്റോളം നിങ്ങൾക്ക് പോയി കിട്ടും. അത് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ ഈ എഴുത്ത് മുടക്കരുത്, അതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. അത് ഞാൻ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു സമയത്ത്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങളുടെ എഴുതാൻ റെഡിയാണ്, എല്ലാം റെഡിയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കയ്യിലുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ലോസ് ഉണ്ടായിരുന്ന 10-15 ലക്ഷം രൂപ പോയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ അവസ്ഥ. സോ ഈ 1 ലക്ഷം രൂപ വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. കഴിഞ്ഞത് നമ്മൾ വായിച്ചു കളഞ്ഞു. 15 ലക്ഷം അത് പോയതാണ്. അതൊരു പോയി എന്നുള്ളത് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്, പോയി എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇപ്പോൾ ഉള്ളത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ആ 1 ലക്ഷം രൂപയെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നേരെ പകുതിയാക്കുക. 50,000 രൂപ 50,000 രൂപയായിട്ട് മാറ്റുക. 50,000 രൂപയിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് 50,000 രൂപ നിങ്ങൾ ഒരു ഫിക്സ്ഡ് അസറ്റാക്കി മാറ്റുക. അതൊന്നുകിൽ നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ മാറ്റിയിട്ട് സ്റ്റോക്കിലാണ് ഏറ്റവും നല്ലത്. ദെൻ ഒരു ദിവസത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നാണ് കുറച്ച് ഫണ്ട് വേണം എന്നുള്ളത്. ആ പരിപാടി ഇവിടെ ഇല്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. പെട്ടെന്ന് എനിക്ക് ഫണ്ട് കുറവാണല്ലോ, ഇത് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പെട്ടെന്ന് തോന്നുമ്പോൾ ഇന്നേ ദിവസം ഇന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക, നാളത്തേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നാളെ രാവിലത്തേക്ക് മാത്രം ഫണ്ട് ആഡ് ചെയ്യുക. ഇന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫണ്ട് ആഡ് ചെയ്യരുത്. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക, സൂപ്പറായിട്ടുള്ള ഒരു അഡ്വൈസായിട്ട് എടുത്തോളൂ. നിങ്ങൾ പെട്ടെന്ന് ഫണ്ട് ആഡ് ചെയ്യരുത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് അക്കൗണ്ടിൽ പ്രസ് ചെയ്ത് ഗൂഗിൾ പേ വഴി അങ്ങ് പേ ചെയ്തു. ഒരു 10,000 രൂപ നഷ്ടമായിരുന്നു, നിങ്ങൾ 50,000 രൂപ വീണ്ടും ആഡ് ചെയ്തു. ആ പരിപാടി ചെയ്യരുത്. നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇന്ന് ബുക്കിൽ എഴുതി വെക്കുക, നാളത്തേക്ക് ഇത്ര രൂപ ആഡ് ചെയ്യണം. അത് നാളത്തേക്ക് കിട്ടുന്ന വിധത്തിൽ മാത്രം ആഡ് ചെയ്യുക. ഇന്നേ ദിവസത്തേക്ക് ഒരു കാരണവശാലും ഇപ്പം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യരുത്. അത് നാളത്തേക്കുള്ള ആക്ടിവിറ്റീസിൽ ബുക്കിൽ എഴുതി വയ്ക്കുക. പിന്നെ ഈ 50,000 രൂപ നമ്മൾ ഒരു ഫിക്സ്ഡ് അസറ്റാക്കി മാറ്റാൻ പറ്റില്ല. അതൊന്നിലും നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങിയിടാം. പക്ഷെ അതിനേക്കാളും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ETF ആകുന്നതാണ്. അതായത് നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, IT ബീസ്, ഓട്ടോ ബീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബീസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ETF കിട്ടും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ മറ്റൊരു വേർഷനാണത്. ETF-നെ കുറിച്ച് ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ്, ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ETF-ലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇയർലി നിഫ്റ്റി ബീസിലൊക്കെ ആണെങ്കിൽ 20% മിനിമം ഗ്രോത്ത് ഗ്യാരണ്ടീഡ് ആണ് അതിനകത്ത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. സോ ഈ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ETF അത് നിങ്ങളുടെ തീരുമാനം കേട്ടോ. പെട്ടെന്ന് ക്വിക്കായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റരുത്, സെല്ല് ചെയ്തിട്ട് ആ കാശ് എടുക്കാൻ പറ്റരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശായിട്ട് സൂക്ഷിക്കുക കേട്ടോ. അത് ബാങ്ക് അക്കൗണ്ടിൽ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ ഈ ക്യാഷ് സൂക്ഷിക്കരുത്.
അത് ക്യാഷായിട്ട് പേഴ്സിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ അഡിക്ഷൻ വന്ന് അല്ലെങ്കിൽ ഇമോഷണൽ പ്രോബ്ലം വന്ന് പെട്ടെന്ന് ഫണ്ട് ആഡ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളെല്ലാ റൂൾസും തെറ്റിച്ചളയും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഇൻ അഡ്വാൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കണം. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാകും. ട്രേഡിംഗ് അക്കൗണ്ടിൽ രാവിലെ മുതൽ നമ്മുടെ ട്രേഡിംഗ് ടൈമിൽ അതിനകത്ത് കാശ് ഉണ്ടാവരുത്. അപ്പോൾ ഈ ക്യാഷായിട്ട് വെക്കുന്നത് പേഴ്സിൽ വെക്കുക, പിന്നീട് അത് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഡിമാറ്റിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ക്യാഷ് സൂക്ഷിക്കുന്നത്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടിൽ ഇതേപോലെ പെട്ടെന്ന് വലിക്കാൻ പറ്റുന്ന കാശുകൾ ഒന്നും തന്നെ സൂക്ഷിക്കരുത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ട്രേഡ് ചെയ്തിട്ട് ആ കാശ് പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് ഒരു നല്ല മാർക്കറ്റ് ഒരു ഹ്യൂജ് ഫോള് കാണും, വീഴാൻ പോവാണ് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ 1,00,000 രൂപ ഉണ്ടായിരുന്നത് 50,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറഞ്ഞതും മറക്കും. വേറെ ഒക്കെ കാശ് വാങ്ങിച്ചിട്ട് 2-3 ലക്ഷം രൂപ ഇട്ടിട്ട് കൊണ്ടുപോയി ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് നമ്മൾ പൊസിഷൻ എടുത്ത് കാത്തിരിക്കും. അത് നേരെ കയറി മുകളിലോട്ട് പോകും, ആ കാശ് മുഴുവൻ നഷ്ടപ്പെടുത്തും. അപ്പോൾ അതിന് അവസരം കൊടുക്കരുത്. ക്യാഷ് ആയിട്ട് വയ്ക്കുന്ന ലിക്വിഡ് ക്യാഷ് ആണെങ്കിൽ പൈസ കറൻസി ആയിട്ട് പോക്കറ്റിൽ വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ ETF-ൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ 1,00,000 രൂപ ഉണ്ടായിരുന്നതിൽ 50,000 രൂപ നമ്മൾ മാറ്റി ബാക്കി 50,000 രൂപ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ മാർക്കറ്റ് അവേഴ്സിൽ എങ്ങനെ എവിടെ ഇരിക്കണം, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു. ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത് ഒരു കാരണവശാലും. അതുപോലെ ഇത് ട്രേഡിംഗ് ഒരു പ്രധാന ജോലിയായിട്ട് കരുതുന്നുണ്ടെങ്കിൽ 9:30 മണി മുതൽ 3 മണി വരെ മാത്രം ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുക. 9:30 ഇത് ഒരു വലിയൊരു ടൈം ഫ്രെയിമാണ്, അത്രയൊന്നും ആവശ്യമില്ല. 10 മണിക്ക് ശേഷം അതേപോലെ 2:35 വരെയും പോയാൽ മതി, നല്ലൊരു ടൈമാണ്. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം പോകണം എന്നുണ്ടെങ്കിൽ 9:30 to 3:30 വരെ 9:30 മുതൽ 3 മണി വരെ മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൽ ഇരിക്കുന്ന രാവിലെ 8:30 മുതൽ ഇരുന്നോളൂ. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസുകൾ വായിച്ച് എല്ലാം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിങ് 9:30ക്ക് ശേഷവും 3 മണിക്ക് മുൻപായിട്ട് ലിമിറ്റ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകരുത്. ക്ലിയർ അല്ലേ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. കാരണം 3 മണിക്ക് ശേഷം എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷനാവും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ ഓട്ടോ സ്ക്വയർ ഓഫ് വരും, അല്ലെങ്കിൽ 3:30ക്ക് നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റാതെ മറന്നു പോകും, ഓവർനൈറ്റ് ഹോൾഡിംഗ് ആവും, പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് 3 മണിക്ക് ശേഷമുള്ള എൻട്രീസിൽ വലിയ പ്രോഫിറ്റ് ഒന്നും നോർമലി കിട്ടാറില്ല. അപൂർവം ദിവസങ്ങളിൽ ഒരു ഫോളൊക്കെ വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു റാലി. അത് വളരെ അപൂർവം, ഒരു കൂടി വന്ന ഒരു 100 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിലൊക്കെ. അപ്പോൾ അത് നോക്കണ്ട, വിട്ടേക്ക് അതിനെ. അതുപോലെ 9:30ക്ക് മുമ്പും എടുക്കരുത്. കാരണം രാവിലത്തെ ആ ഒരു ഹൈ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ പോകുന്നത് 10 മണിയൊക്കെ കഴിയും ഡയറക്ഷൻ എടുക്കുമ്പോൾ. ദെൻ അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ഇപ്പോൾ 1,00,000 രൂപ ഇട്ടു, 50,000 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ച് അവിടെ, അല്ലെങ്കിൽ ETF നിഫ്റ്റി ബീസ് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കി 50,000 രൂപ ക്യാഷ് അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഈ മാസം ട്രേഡ് ചെയ്യുന്നില്ല, നമ്മൾ പേപ്പർ ട്രേഡിങ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ വന്നു മാർക്കറ്റിൽ ഒരു 9:30 ആയപ്പം ഒരു എൻട്രി സെറ്റപ്പൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഇത്ര രൂപയാണ് ബുക്ക് എടുക്കുക, എഴുതുക. എന്നിട്ട് എത്ര മണിക്ക് അത് ആക്ടിവേഷൻ ആയ ആ ഒരു സമയം കൂടി മാർക്ക് ഇത്ര രൂപക്ക് അപ്രോക്സിമേറ്റ്ലി വാങ്ങിച്ചു. ഇനി മാർക്കറ്റ് നോക്കിയിരിക്കുക, സ്റ്റോപ്പ് ലോസ് കൃത്യമായ രീതിയിൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിനുശേഷം ഏത് സമയത്താണോ നിങ്ങളുടെ എക്സിറ്റ് സ്ട്രാറ്റജി പ്രകാരം അതിൽ എക്സിറ്റ് വന്നിരിക്കുന്നത് അതും കൂടി അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും എഴുതി വയ്ക്കുക. ഒരു ദിവസം പരമാവധി നിങ്ങൾക്ക് 3 ട്രേഡ്, ഓക്കെ, 3 ട്രേഡിൽ കൂടുതൽ എടുക്കരുത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ കാശുണ്ട്, പക്ഷേ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് പേപ്പർ ട്രേഡാണ്. കാശ് ഒരു കാരണവശാലും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ ഫണ്ട് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 50,000 രൂപ ഇപ്പോൾ ഇങ്ങനെ കാണിക്കും, പക്ഷെ നമ്മൾ ട്രേഡ് ബുക്കിൽ ഇങ്ങനെ എഴുതി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മാസമാണ് നിങ്ങൾ പോകേണ്ടത്. ഇതിലെന്താണ് സംഭവിക്കുക? കയ്യിൽ കാശും വെച്ചിട്ട് എന്താ പറയുക, ബുക്കിൽ എഴുതിയിട്ട് പേപ്പർ ട്രേഡ് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം? എനിക്ക് ഒരുപാട് കാശ് പോയതല്ല, എനിക്ക് റിക്കവർ ചെയ്യണ്ടേ? എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷേ ആ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? 10-15 ലക്ഷം രൂപ കൊണ്ടുപോയി കളഞ്ഞല്ലേ, അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാശും കൊണ്ടുപോയി കളയല്ലേ ഈ എക്സ്പീരിയൻസ് ഉണ്ടായ നിങ്ങൾ. അപ്പോൾ ഒരു ശ്രമം എന്ന രീതിയിൽ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താം. മുസ്ലിംസിൻ്റെ റംസാൻ നോമ്പ് കണ്ടിരുന്നു. വീട്ടിൽ ഫ്രിഡ്ജിൽ വെള്ളമുണ്ട്, നല്ല ചൂടാണ്, പുറത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ വിശക്കുന്നുണ്ട്, പക്ഷേ ഭക്ഷണം വീട്ടിലുണ്ട്, എല്ലാം ഉണ്ട്, കഴിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തു മാറ്റണം എന്നൊന്നല്ല പറയുന്നത്, പക്ഷേ വീട്ടിൽ ഭക്ഷണമുണ്ട്, കഴിക്കാൻ പാടില്ല എന്നതാണ്. അതേപോലെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് നോക്കിയിരിക്കുക, അതിൻ്റെ കൂടെ പേപ്പർ ട്രേഡ് ചെയ്യുക.
ഓക്കെ, ഇതിൽ നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ അവിടെ കൺട്രോൾഡ് ആവും നിങ്ങളുടെ മനസ്സ്. എന്തൊരു സാഹചര്യം കണ്ടാലും ട്രേഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 100 കാരണങ്ങൾ കണ്ടെത്തും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആർത്തി പിടിച്ചിട്ടുള്ള ചാഞ്ചാട്ടമൊക്കെ ഒഴിവായിട്ട് ഒരു പരിധി വരെ നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തെറ്റിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്നും ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ആളല്ല, നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇത് തെറ്റിച്ചാൽ സെൽഫ് ഗോളായിട്ട് നിങ്ങൾ കളിയിൽ നിന്ന് പുറത്താവും, വീണ്ടും ഒരു വാഷ് ഔട്ട് വലിയ കടക്കാരനായിട്ട് വീണ്ടും പുറത്തോട്ട് പോകും. സോ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചേക്കും. അപ്പം ഞാൻ ബുക്കിൽ എഴുതുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ വാരാന്ത്യങ്ങളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് അവധിയാണ്. അന്നേ ദിവസം നമ്മൾ ആകെ ഒരു ഇൻഡെക്സ് നിഫ്റ്റി മാത്രമാണ് ചെയ്യുന്നതെന്ന് കരുതുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. ബിറ്റ് കോയിനും ക്രിപ്റ്റോ കറൻസിയൊക്കെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്, അതുപോലെ കമ്മോഡിറ്റീസ്, അതിലൊന്നും നമ്മളില്ല, ഈ കളിയിലൊന്നും നമ്മളില്ല. നമ്മൾ ആകെ ഒരു ഇൻഡെക്സിൽ നമ്മൾ പോയ കാശ് എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്ന തീരുമാനത്തിലാണ് പോകുന്നത്. സോ ശനിയാഴ്ച ഫുള്ള് നമ്മൾ ബുക്ക് എടുക്കുക, ഞാൻ എന്തൊക്കെ ട്രേഡ് എടുത്തു, എന്തൊക്കെയാണ് ആ സമയത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും എനിക്ക് കിട്ടിയ എൻട്രിയും അതിൻ്റെ മൂവ്മെൻറ്റും, എത്ര രൂപ വരെ പോയി, എത്ര രൂപയിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റി, എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റി, അതൊക്കെ ഒന്ന് നോക്കാം. മൊത്തത്തിൽ ഒരുപാട്, അതായത് നമ്മൾ ഇന്ന് എഴുതിയ സാധനം ഇന്ന് തന്നെ വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതം തോന്നില്ല. പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളത് വായിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരുപാട് പുതിയ ഇൻഫർമേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ ഈ ബുക്കിൽ എഴുതി അങ്ങ് പോകുമ്പോൾ എല്ലാ ശനിയാഴ്ചയും നിങ്ങളിരുന്ന് കൃത്യമായിട്ട് അത് വായിച്ച് അതിനകത്ത് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ എടുത്ത് മറ്റൊരു പേജിലേക്ക് എഴുതി വെക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഈ വാരാന്ത്യങ്ങളിലുള്ള വിശകലനം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അതുപോലെ നിങ്ങൾക്ക് വരവ് ചിലവ് എത്ര രൂപ ഇത് ചെയ്തു, അതേപോലെ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ ഉള്ളത് ഒരു ഡമ്മി ആയിട്ട്, അതിനകത്ത് റിയൽ മണി നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഡമ്മി ആയിട്ട് ഇത്ര ലാഭം ഇത്ര നഷ്ടം എന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകണം. ഒരു മാസം നിങ്ങളിങ്ങനെ പോകണം. 20 ട്രേഡിംഗ് ഡേയ്സ് ആണ് ഒരു മാസം എന്ന് പറയുന്നത്, 20-ലധികം ചില മാസങ്ങളിൽ കിട്ടാറുണ്ട്. സോ ആ സമയത്തേക്ക് നിങ്ങൾ ഒരുവിധം നല്ലൊരു കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇരുമ്പൊക്കെ അടിച്ച് പരത്തി ചൂടാക്കിയിട്ട് അടിച്ച് പരത്തുന്ന പോലെ കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. എടുത്ത് ചാട്ടമൊക്കെ അങ്ങ് ഒരു പരിധി വരെ. ഇത് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, വേറെ ആരുമല്ല. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ പുറത്തുള്ള ആ ആളിൻ്റെ ആബ്സെൻസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുരുത്തിക്കിടപ്പിക്കും. ഇത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സ് ആ രീതിയിലേക്ക് പാകപ്പെട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഒരു മാസം അപ്പോൾ അങ്ങനെ നമ്മൾ പേപ്പർ ട്രേഡൊക്കെ ആയിട്ട് പോയി. 2ാമത്തെ മാസം മുതൽ നമ്മൾ റിയൽ മണിയിൽ ട്രേഡ് എടുക്കാൻ പോവുകയാണ്. ഒരു ദിവസം ഒറ്റ ട്രേഡ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് പോകുന്നല്ല, മാർക്കറ്റിൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഇത്ര ലാഭം ഇത്ര നഷ്ടമൊക്കെ എഴുതി വെക്കും. റിയൽ മണിയിൽ ഒറ്റ ഒരു ട്രേഡ് എടുക്കും. അതിനകത്ത് ഒരു കണ്ടീഷനുള്ളൂ. ഓക്കെ, 1% വരെ ലാഭത്തിന് വേണ്ടി ശ്രമിക്കാം, അല്ലെങ്കിൽ നഷ്ടത്തിന് വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഒരിക്കലും ഒരുപാട് ലാഭത്തിന് വേണ്ടി ശ്രമിക്കരുത്. 1%, 1 ലക്ഷം നിങ്ങളിൽ 50,000 രൂപയാണുള്ളത്, 500 രൂപ വരെ നിങ്ങൾക്ക് ശ്രമിക്കാം. 500 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തി പോയേക്കണം, പിന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ കുറവ് ലാഭമാണെങ്കിലും ഒരു കുഴപ്പമില്ല, ലാഭത്തിലാവാൻ വേണ്ടി ശ്രമിക്കണം എന്നേ ഉള്ളൂ. 1% കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. അതേപോലെ നഷ്ടം വരികയാണെങ്കിൽ ഏറ്റവും മിനിമം ലോസിൽ അവസാനിപ്പിക്കണം. ലാഭം കണ്ട അപ്പോൾ ബുക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. ഒറ്റ ട്രേഡ് എന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് 100 പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ഒരു ട്രേഡിൽ നിങ്ങൾ എൻ്റർ ആവുള്ളൂ. കാരണം സെക്കൻഡ് ട്രേഡില്ല, ഇതിൽ ലോസ് അടിച്ച് എനിക്ക് അടുത്ത ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് പരമാവധി എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ സകലതും വെച്ചിട്ട് ഈ ട്രേഡ് സക്സസ്ഫുൾ ആകും എന്ന് ബോധ്യം വന്നാൽ മാത്രമേ നിങ്ങൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. സോ അത് വളരെ നല്ല കാര്യമാണ്. ഈ രീതിയിൽ നിങ്ങൾ ഒരു മാസം മുന്നോട്ട് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുറേയും കൂടെ ഇതാവും. പൊസിഷൻ സൈസ്, അപ്പോൾ നിങ്ങളിൽ 50,000 രൂപയുണ്ട്, നിങ്ങൾക്ക് 500 രൂപയുടെ പ്രോഫിറ്റാണ് കിട്ടേണ്ടത്. മുഴുവൻ ക്യാപിറ്റലും കൊണ്ടുപോയിട്ട് അതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സിംഗിൾ ഇപ്പോൾ 25 ക്വാണ്ടിറ്റിയിൽ നിഫ്റ്റിയുടെ ഒരു 200 രൂപ പ്രൈസിലെടുക്കണമെങ്കിൽ 5,000 രൂപ ഉണ്ടായാൽ മതിയല്ലോ. നിങ്ങൾക്ക് 5,000 രൂപ മാത്രം ഉപയോഗിച്ചിട്ട് മിനിമം പൊസിഷൻ സൈസിലെടുക്കുക. അല്ലാണ്ട് മൊത്തം ക്യാപിറ്റലും കൊണ്ടുപോയിട്ടിട്ട് 500 രൂപ, അതായത് 10 ലോട്ടൊക്കെ എടുത്തിട്ട് എക്സ്പയറി ഡേയിൽ അല്ലെങ്കിൽ 50 ലോട്ട് എടുത്തിട്ട് 500 രൂപ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് വൻ അബദ്ധമാണ്. ആനയെ കൊണ്ട് മുട്ടസൂചി എടുപ്പിക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയായി പോകും. കാരണം അതിൻ്റെ പവർ വെച്ചിട്ട് അതിന് വലിയ മരങ്ങളൊക്കെ എടുത്ത് മറിക്കാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. അതേസമയത്ത് അതിന് മുട്ടസൂചി കൊടുത്താൽ അതിനത് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ വലിയ പൊസിഷൻ സൈസ് ആണെങ്കിൽ അതിൽ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഹ്യൂജ് ആയിട്ട് വരും.
ഇപ്പം ലോസിനെ കുറിച്ചാണ് നമ്മൾ വറീഡ് ആവേണ്ടത്. പ്രോഫിറ്റിൻ്റെത് നമുക്ക് എങ്ങനെയായാലും അക്സെപ്റ്റബിൾ ആണ്. ലോസ് ലിമിറ്റഡ് ആക്കാൻ നമുക്ക് വലിയ പൊസിഷൻ സൈസിൽ പറ്റില്ല. അപ്പോൾ സിംഗിൾ ലോട്ടിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മളെ കയ്യിൽ 50,000 രൂപയുണ്ട്, പക്ഷേ നമ്മൾ 5,000 അല്ലെങ്കിൽ 10,000 രൂപയിൽ താഴെ മാത്രം ഉപയോഗിച്ചിട്ട് ഈ 500 രൂപയുടെ പ്രോഫിറ്റ് എടുക്കണം. ഓക്കെ, പരമാവധി 1% അതിൽ കുറവുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ ലോസ് ആവാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 5,000 രൂപയുടെ പൊസിഷനിൽ 500 രൂപ പ്രോഫിറ്റൊക്കെ വളരെ പെട്ടെന്ന് കാണും. അത് കാണുമ്പോൾ ഈ ട്രേഡറിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ കയറട്ടെ എന്നുള്ള ആ ഒരു തോന്നലിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 1% കാണുമ്പോഴത്തേനും 500 രൂപ കാണുമ്പോഴത്തേനും ബുക്ക് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ആ 500 രൂപ ബുക്ക് ചെയ്തു, അന്നത്തെ ട്രേഡ് കഴിഞ്ഞു. 500 രൂപ പച്ച കണ്ടു, നമ്മൾ ട്രേഡ് കഴിഞ്ഞു. ചില സമയത്ത് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ 500 രൂപ വരെ കൊണ്ടുപോകരുത്, വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറുക. ട്രേഡ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കണ്ടീഷൻ അവിടെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ നിങ്ങൾക്ക് ഇപ്പം 50,000 രൂപ വെച്ചിട്ട് 500 രൂപയുടെ പ്രോഫിറ്റാണ് എടുക്കേണ്ടത്. ഇന്നലെ നിങ്ങൾക്ക് 450 രൂപയുടെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ ഇന്ന് നഷ്ടം വരുമ്പോൾ 450 എത്താതെ നോക്കണം. ഇന്നലത്തെ ലാഭത്തേക്കാൾ കൂടുതലാവരുത് ഇന്നത്തെ നഷ്ടം എന്ന് പറയുന്നത്. ഇന്നലെ കിട്ടിയത് 450 രൂപ, അപ്പോൾ ഇന്നൊരു 400 രൂപ വരെ പോവാം, കുഴപ്പമില്ല. ഇനി ഇന്നലെ നഷ്ടമായിരുന്നു, ഇന്നലെ 200 രൂപ എനിക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പരമാവധി 1% പറഞ്ഞത്, 500 രൂപയാണ് പറഞ്ഞത്, 200 രൂപയാണ് ഇന്നത്തെ ലോസ് ഉള്ളത്. അപ്പോൾ ഒരു 200-ൽ കൂടുതൽ രൂപയുടെ ലാഭം കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എനിക്ക് ബുക്ക് ചെയ്ത് പോകാം. ഓക്കെ, പരമാവധി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, ഇതിൽ എനിക്ക് 1% കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ 500 രൂപ വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ അത് 500 രൂപ വരെ വെയിറ്റ് ചെയ്തിട്ട് അതിനെ ലാഭം കണ്ടതിനെ നഷ്ടത്തിലേക്ക് എത്തിക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നലെ 200 രൂപ നഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ 250 രൂപ പ്രോഫിറ്റ് കണ്ടു, ഞാൻ ബുക്ക് ചെയ്തു, കലാസ്, എൻ്റെ ട്രേഡ് കഴിഞ്ഞു. ഒറ്റ ട്രേഡേ ഉള്ളൂ, വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നിങ്ങളൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ പേപ്പർ ട്രേഡിലൂടെ അനാവശ്യമായ ട്രേഡുകൾ കിടന്ന് ചാടുന്നത് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ റോഡിൽ കുറേ ലൈനുള്ള റോഡിലേക്കൂടി വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈനാണ് തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് സിഗ്സാഗ് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ പറ്റില്ല. ഒറ്റ ലൈനിൽ തന്നെ പോകണം എന്നുള്ളത് ട്രാഫിക് റൂളാണ്. അതനുസരിച്ച് പോകാൻ നിങ്ങളും ബാധ്യസ്ഥനാണ്. അതേ രീതിയിൽ ട്രേഡിങ്ങിൽ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് പോകൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇനി നമ്മളപ്പോൾ രണ്ടാമത്തെ മാസമാണിത്, ആദ്യത്തെ ഒരാഴ്ച ട്രേഡ് ചെയ്തു. നമുക്ക് നോക്കുമ്പോൾ മൊത്തം ഒരു 350 രൂപ പ്രോഫിറ്റ് കാണുന്നുണ്ട്. മറ്റൊന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി വരെയാണ് ട്രേഡിങ് നമ്മളെ ടൈം. അപ്പോൾ 3 മണിയാകുമ്പോൾ നമ്മൾ ഒരു മൊത്തം നോക്കി, ഇതുവരെയായിട്ട് 50,000 രൂപയുണ്ട്, 50,350 രൂപ ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡ് ഇറക്കെല്ലാം കൂട്ടിയിട്ട് അപ്പം തന്നെ അധികം എത്രയാണുള്ളത് ആ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ETF വാങ്ങിച്ചിടുകയും ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ പെട്ടെന്ന് സെൽ ഓഫ് ചെയ്തു പോകും അതായത് ഇമോഷണൽ ട്രേഡ് വരും എന്ന് പേടിയുണ്ടെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് പേഴ്സിൽ വെക്കുക, ബാങ്കിൽ വെക്കരുത്. ഓക്കെ, അപ്പോൾ അത് എല്ലാ വെള്ളിയാഴ്ചകളിലും 3 മണിയാകുമ്പോൾ ഈ സംഭവം പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചിട്ട് വിഡ്രോവൽ റിക്വസ്റ്റ്. ചില സമയത്ത് നിങ്ങൾക്ക് 50,000 രൂപയുള്ള 49,500 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 48 ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല, അത് വിഡ്രോവൽ കൊടുക്കണ്ട. 48 നമ്മുടെ കയ്യിലുണ്ട്, ഓക്കെയാണ്, ഹാപ്പിയാണ്, വലിയ ലോസൊന്നുമില്ല, ചെറിയ ലോസേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നാളുകൾ ഇങ്ങനെ നിങ്ങൾ പോവുക. എല്ലാ ആഴ്ചയിലും ട്രേഡുകൾ, ഞാൻ എടുത്ത ട്രേഡ് എന്തുകൊണ്ട് ഞാൻ എടുത്തു, എത്ര രൂപക്ക് എടുത്തു, എങ്ങനെയാണത് പോയത്, എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ട് എല്ലാ ശനിയാഴ്ചയും കൃത്യമായിട്ടും അതിനെക്കുറിച്ചുള്ള അവലോകനങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത ആഴ്ചത്തേക്കുള്ള അഡീഷണൽ നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതൊരിക്കലും എന്താ പറയുക, നിങ്ങൾ ഈ നോട്ട് എഴുതുന്ന പരിപാടി ഒഴിവാക്കരുത്. അതുപോലെ ഇപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറയും. ശനിയാഴ്ച നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും. ശനിയാഴ്ച നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ലാഭനഷ്ട കണക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ബുക്കിൽ കൃത്യമായിട്ട് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ പോയി എന്നൊക്കെ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഈ ബുക്കാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ബുക്കിനെ കൊണ്ടുപോയി കളയരുത്. ഇനി അടുത്ത മാസം, അതായത് സെക്കൻഡ് മന്തായി നമ്മൾ ഇനി കഴിഞ്ഞ മാസം ഒരുവിധം കുഴപ്പമില്ലാതെ കയറി വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. കഴിഞ്ഞ മാസം ലോസ് ആണെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. അതേ ഇത് ആ ലൂപ്പിൽ ഒന്നുകൂടി പോയി വരും. ഒരു മാസം കൂടി അതേപോലെ പ്രോഫിറ്റ് മന്ത്ലി പ്രോഫിറ്റിലാവുന്നത് വരെയും നിങ്ങളത് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. കഴിഞ്ഞ മാസം ഇപ്പോൾ മന്ത് എൻഡിൽ
PNL നോക്കുമ്പോൾ വിഡ്രോവൽ ഒന്നുമില്ല, 48,000 രൂപ ക്യാപിറ്റലുള്ളൂ എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോസ് ആണ്. വീണ്ടും അതേ കഴിഞ്ഞ മാസം എന്താണ് ചെയ്തത് അത് തന്നെ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ട്രേഡ് ചെയ്ത് മൊത്തത്തിൽ ഒരു 1,500 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, 51,500 ടോട്ടൽ ആയിട്ടുണ്ട് നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ, ചിലപ്പോൾ 1,500 രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷെ 50,000 രൂപ ക്യാപിറ്റൽ അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയിൽ ചെറിയ മാറ്റം വരുത്താം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു ദിവസം പരമാവധി 3 ട്രേഡ് വരെ എടുക്കാം, 3 ട്രേഡുകൾ. ഓക്കെ, ആദ്യം ലാഭം കിട്ടിയാൽ പിന്നെ ട്രേഡ് ഇല്ല, നഷ്ടമാണെങ്കിൽ ചെറുതുമായിരിക്കും. ആദ്യം നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി 1% അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ക് ഞാൻ ഇതിൻ്റെ പുറകെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ആ 10% പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യുന്നില്ല. നഷ്ടമാണെങ്കിലോ വളരെ ചെറിയൊരു നഷ്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്തിട്ട് മാറിയേക്കണം, പിന്നെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഈ പറയുന്നതിലൊക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് അതാണ്. നഷ്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്തേക്കണം, പിന്നെ കാത്ത് നിൽക്കരുത്. ഇതിൽ ഇപ്പം നമ്മൾ 3 ട്രേഡുകളാണ് പരമാവധി എടുക്കാൻ പോകുന്നത്. 3 ട്രേഡുകളിൽ 1.5%, 3 ട്രേഡിലും കൂടി നമുക്ക് 1.5% ലാഭം അല്ലെങ്കിൽ 1.5% നഷ്ടം, രണ്ടിലേതായാലും ഓക്കെയാണ്. അപ്പോൾ ഒരു ട്രേഡിൽ മാക്സിമം നമുക്ക് 0.5% കിട്ടിയാലും ഓക്കെയാണ്. അതാണ് ഞാൻ ഫസ്റ്റിൽ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ട്രേഡിൽ നമുക്കിപ്പോൾ നമ്മളതിൽ 50,000 രൂപ ക്യാപിറ്റലുണ്ട്, 750 രൂപയാണ് 1.5% എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്ത് ഒറ്റയടിക്ക് കയറിപ്പോയി 800 രൂപ പ്രോഫിറ്റ് ഉണ്ട്, അവിടെ വെച്ച് കട്ട് ചെയ്ത് ട്രേഡിങ് അവസാനിപ്പിച്ചു, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അതല്ല, ലോസിലേക്ക് പോകുന്നുണ്ടോ, 100 രൂപ ഉണ്ട്, 150 രൂപ ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തു, അപ്പോൾ 150 രൂപയുടെ നഷ്ടം. സെക്കൻഡ് ട്രേഡിലേക്ക് പോവാം. സെക്കൻഡ് ട്രേഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു 200 രൂപ ലോസ് കണ്ടു, നമ്മൾ കട്ട് ചെയ്തു, തീർന്നു. മൂന്നാമത്തെ ട്രേഡിൽ ഒരു 100 രൂപ ലോസ് കണ്ടു, കട്ട് ചെയ്തു. എന്തായാലും 1.5% നഷ്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ല, അതിന് മുമ്പേ കട്ട് ചെയ്തു. പക്ഷേ പ്രോഫിറ്റ് കണ്ടപ്പോൾ നമുക്ക് 1.5%ത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ, ലോസ് ചുവപ്പ് കാണുമ്പോൾ തന്നെ. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ, ഈ ഓപ്ഷൻ ട്രേഡിങ് 200 രൂപ പ്രീമിയം ഉള്ള ഒരു ഓപ്ഷനൊക്കെ ആണെങ്കിൽ അതിനകത്ത് 5 രൂപയൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും. 5 രൂപ കൂടുന്നതും കുറയും, നമുക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത സ്പീഡിൽ അത് കുറഞ്ഞിട്ടോ 5 രൂപ കുറഞ്ഞിട്ടുണ്ടാവും, 5 രൂപ കൂടിയിട്ടുണ്ടാവും. നമ്മളത് മനസ്സിലാക്കി വരും, നമ്മളെ ബുദ്ധി അത് തിരിച്ചറിയുമ്പോഴത്തേനും ആ പ്രൈസിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ 5 രൂപ എന്നൊക്കെ ഉള്ളത് ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആണ്. അതിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ഒരു എമൗണ്ട് പ്രതീക്ഷിക്കുക. ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, റിക്കവറിക്ക് മനസ്സിനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ 1 രൂപ 2 രൂപ എന്നുള്ള ചെറിയ ഫിഗറിൽ പിടിക്കരുത്, 5-10 രൂപ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പിടിക്കണം. പക്ഷേ നമ്മളുടെ പെർസെൻറ്റേജ് 1.5%-ൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനോ ഒന്നും തന്നെ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം പരമാവധി 3 ട്രേഡിലും കൂടി 1.5% ലാഭം അല്ലെങ്കിൽ നഷ്ടം. അത് ആദ്യത്തെ ട്രേഡിൽ തന്നെ ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5% പ്രോഫിറ്റ് അല്ലെങ്കിൽ 1% ലോസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യുകയും ചെയ്യരുത്. ഇത് 2 കണ്ടീഷനും മീറ്റ് ചെയ്യണം. 1.5% ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കണം, അല്ലെങ്കിൽ പരമാവധി 3 ട്രേഡ്. രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്നത് അവിടെ വെച്ച് നിങ്ങളുടെ ട്രേഡ് അവസാനിപ്പിക്കണം. ഓക്കെ, ദെൻ ലാഭം കിട്ടുന്ന ദിവസം, കാരണം ഇപ്പം നമ്മൾ കുറച്ച് വലിയൊരു എമൗണ്ടിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് എടുത്തിട്ട് ETF വാങ്ങിക്കുക വൈകുന്നേരം, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഒരു ദിവസം എനിക്ക് 1.5% 750 രൂപ, 50,000 രൂപ ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 750 രൂപ പ്രോഫിറ്റ് ഉണ്ട്. 750 രൂപക്ക് ഞാനൊരു 3-4 ETF വാങ്ങിച്ചു. ഗോൾഡ് ബീസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 15 നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 15 വാങ്ങിക്കഴിഞ്ഞാൽ അതവിടെ സൂക്ഷിച്ച് വെച്ചേക്കുക. ഇനി ലോസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ലോസ് ആണെങ്കിൽ അതിനെ വിട്ടേക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അന്നേ ദിവസം ETF വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ലാഭമുള്ള എല്ലാ ദിവസവും ഇത് വാങ്ങിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക മനസ്സിൽ. ഇനി നേരത്തെ ചെയ്ത അതേ ആ റൊട്ടീൻ വർക്കുകൾ തന്നെ, വാരാന്ത്യങ്ങൾ നമ്മൾ എഴുതി വെച്ച എല്ലാ ട്രേഡുകളും വിശകലനം ചെയ്യുക. എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ പുതിയ അടുത്ത ആഴ്ച മുതൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ശനിയാഴ്ചകളിൽ അത് ചെയ്യുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ട്രേഡിംഗ് ടൈം കഴിഞ്ഞാൽ 9 to 3 അല്ലെങ്കിൽ 8:30 to 3:30 വരെ കഴിഞ്ഞാൽ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അത് വിട്ടിട്ട് മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി പോകണം. സോഷ്യൽ ലൈഫ് വേണം, നമുക്ക് ഫാമിലി ലൈഫ് വേണം, എല്ലാം വേണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോകണം. അതുപോലെ വാരാന്ത്യങ്ങൾ, ശനിയാഴ്ച നിങ്ങൾ ഇതൊക്കെ വിശകലനം ചെയ്ത് നോട്ടൊക്കെ എഴുതി 1 മണിക്കൂറുണ്ട്, ഒരു 9:30 രാവിലെ 8 മണി മുതൽ 9:30 ആകുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതി ക്ലീൻ ചെയ്തു.
നിങ്ങൾ ഇറങ്ങി പുറത്ത് പോയി സിനിമക്ക് പോകുന്നു, അല്ലെങ്കിൽ എവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, ടൂർ പോകുന്നു, ഞായറാഴ്ച അവധിയാണ്, അടിച്ചു പൊളിച്ച് ഫാമിലി ഉള്ളവർ അവരെ കാര്യങ്ങൾ നോക്കുക. ഫാമിലി സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് എന്തൊക്കെ വേണോ അതൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതൊരിക്കലും അതിന് എക്സ്ക്യൂസ് ഇല്ല. തിങ്കളാഴ്ച ഒരു 8:30 ഒക്കെ വരുമ്പോൾ വീണ്ടും ട്രേഡിങ്ങിൻ്റെ മൂഡിലേക്ക് കയറുക, ആ കുപ്പായം എടുത്തിടുക, എന്നിട്ട് തിരിച്ച് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയിൽ ട്രേഡിങ് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുന്നത് വരെയും ഈ സംഭവം, ഈ കാലിച്ചാക്ക് നമ്മൾ തലയിൽ കെട്ടി വയ്ക്കരുത്. അത് ഭയങ്കരമായിട്ട് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഒരു പരിപാടിക്ക് പോയാലും, കല്യാണത്തിന്, ഇപ്പോൾ ഞായറാഴ്ച കല്യാണത്തിന് പോയി ഈ ട്രേഡിങ് അഡിക്ഷനുള്ള ആളാണെങ്കിൽ അയാൾ കല്യാണത്തിൻ്റെ അവിടെ താലികെട്ടൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ടാവും. ഇയാളിത് നാളെ നിഫ്റ്റി എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് അവിടെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇരിക്കുന്നുണ്ടാവും. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇയാളുടെ ഭാവം എന്ന് പറയുന്നത് നിർവികാരതയായിരിക്കും. സ്റ്റേജിൽ വധുവരന്മാരെ കൂടെ ആൾ നിന്നിട്ടുണ്ടെങ്കിലും നിർവികാരതയായിരിക്കും ഭാവം. ഒരു സന്തോഷം ഒന്നും തന്നെ ആ മുഖത്തുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ ട്രേഡിങ് കഴിഞ്ഞാൽ അത് ആ കുപ്പായം ഊരിയിട്ട് അവിടെ ഇട്ടേക്കുക, ആ ട്രേഡിംഗ് ടേബിളിൽ വെച്ചേക്കുക. ആ മനസ്സിലുള്ള ചിന്തകൾ അവിടെ തന്നെ എടുത്ത് വെച്ചേക്കുക. നേരെ പുറത്തിറങ്ങുക. പുതിയ സംഭവം എന്താണ്, നിങ്ങളൊരു പ്രോഗ്രാമിന് പോകണം, അതിൻ്റെ ആഘോഷത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചില്ല. അല്ലാതെ എല്ലാ സമയത്തും ആ സംഭവങ്ങൾ എന്താ പറയുക, ഈ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കരുത്. ട്രേഡറിൻ്റെ ഇതിട്ടിട്ട് എല്ലാ സ്ഥലത്തും പോയി നടക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക്. പിന്നെ നമ്മളിപ്പോൾ ഒരു 3 ട്രേഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സ്ട്രാറ്റജി പവർഫുള്ളാണ്, നമുക്ക് സക്സസ് റേഷ്യോ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം മാസം അവസാനമാകുമ്പോൾ. അപ്പോൾ ചെറിയ മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. 50% വിജയ സാധ്യത ഉണ്ടായിരിക്കണം. നിങ്ങൾ 100 ഇപ്പം ഒരു മാസം കൊണ്ട് 100 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 50 എണ്ണം വിജയിച്ചിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, നമ്മളിപ്പം പ്രോഫിറ്റ് പറഞ്ഞത് 1.5%, ലോസ് ആണെങ്കിൽ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ലോസ് കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് വേറെ കണ്ടീഷനൊന്നും ഇല്ല, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ എനിക്ക് താഴോട്ട് പോയി ഇത് തിരിച്ച് കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അതൊക്കെ ആ കുപ്പായം ഊരിയിട്ട് ആദ്യമേ അങ്ങ് ദൂരെ എറിയുക, അത് വേസ്റ്റാണ്. മാർക്കറ്റ് താഴോട്ട് പോയി തിരിച്ച് കയറി വന്നോട്ട് എന്താ കുഴപ്പം? പക്ഷേ നമ്മളെ സ്ട്രാറ്റജി എന്താ, മാർക്കറ്റ് നമുക്ക് ലോസിൽ, നമുക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുമ്പോൾ നമ്മൾ ട്രേഡ് കട്ട് ചെയ്തു വേറെ. അതിൻ്റെ അപ്പുറത്ത് ഒരു ചോദ്യങ്ങളും ഇല്ല. ഇത് മുഴുവൻ കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പറയുന്നത് എന്ന്. അപ്പോൾ മന്ത് എൻഡ് ആകുമ്പോൾ 3 ട്രേഡുകൾ എടുക്കുന്ന 1.5% പ്രോഫിറ്റിൽ മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സ്ട്രാറ്റജി റിവ്യൂ ചെയ്യുന്നു. എല്ലാം കറക്റ്റാണ്, സോ ഫാർ സോ ഗുഡ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, 50% കൂടുതൽ ട്രേഡുകൾ സക്സസ് ആയിട്ടുണ്ട് എന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അല്ലെങ്കിൽ ചെറിയ മൈനർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ഒരിക്കലും മേജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സ്ട്രാറ്റജിയിൽ ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ, ഞാൻ ആദ്യം നിങ്ങൾ വാഷ് ഔട്ട് ആയ സമയത്ത് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞിട്ട് അതിനുശേഷം ഇത് പഠിച്ച് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അതിൻ്റെ സക്സസ് റേഷ്യോ ഉറപ്പാക്കാൻ പറഞ്ഞിരുന്നു. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് വേണ്ട മേജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. റിയൽ ലൈഫ് ട്രേഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മേജർ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ഒരു സ്കോപ്പ് ഇല്ലാതെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് സക്സസ് ആവില്ല, അപ്പോൾ മൊത്തം പൊളിയും. അതുകൊണ്ട് മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം സ്ട്രാറ്റജിയിൽ ചെയ്യാം, മേജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ ചെയ്യാൻ നിൽക്കരുത്. പക്ഷേ സ്ട്രാറ്റജി സക്സസ് റേഷ്യോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് വരുന്നേ ഇല്ലെങ്കിൽ അതിനെ വലിച്ചെറിയാനും ഒരു രീതിയിലും മടിക്കേണ്ടതില്ല. ആ സ്ട്രാറ്റജി കളഞ്ഞിട്ട് പുതിയതെടുക്കാനും മടിക്കേണ്ട. പക്ഷേ ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു സ്ട്രാറ്റജിയുടെ വിജയവും പരാജയവും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ 3 മാസം ഈ പരിപാടി ഇതേ രീതിയിൽ തുടരുക. ഓക്കെ, അപ്പോൾ ദിവസം 1.5% പ്രോഫിറ്റ്, അല്ലെങ്കിൽ മാക്സിമം 1.5% അടുത്ത് ലോസും വരാം. 1.5% എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ലോസ് കണ്ട അപ്പോൾ ബുക്ക് ചെയ്തിട്ട് മാറി പോകണം. 3 ട്രേഡുകൾ തീർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഇത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ഒരു എൻട്രി എടുത്താൽ പെട്ടെന്ന് താഴോട്ട് പോകുന്നുണ്ട് അപ്പം കട്ട് ചെയ്യണമെന്ന്. നിങ്ങളുടെ എൻട്രി അല്ലെങ്കിൽ എൻട്രി സെറ്റപ്പ് എത്രത്തോളം പവർഫുള്ളാണോ അതിനനുസരിച്ചാണ് ഈ സംഭവത്തിൽ നിങ്ങൾക്ക് ഈ സംശയം വരിക. എന്തുകൊണ്ടാണ്, നിങ്ങൾ എൻട്രി സെറ്റപ്പ് വീക്കാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയൊന്നുമില്ല മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള കാര്യം, അതൊന്നും ഒരു ഉറപ്പില്ല, വെറുതെ ഒരു എൻട്രി എടുക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പ്രശ്നം വരും. കാരണം എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടും. പക്ഷേ കൃത്യമായിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പാണ്. ആ ബ്രേക്ക് ഔട്ട് പോയിന്റ് എന്നത് മുകളിലോട്ട് തന്നെ പോകും എന്നാണ് സ്ട്രാറ്റജിയുടെ പോളിസി എങ്കിൽ അത് അവിടെ നിന്ന് പിന്നെ മുകളിലോട്ടല്ലേ പോവുള്ളൂ. താഴോട്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് 1-2 രൂപ താഴോട്ടിറങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി അങ്ങ് പോകും. അതാണ് എൻട്രി സെറ്റപ്പിൻ്റെ പവർഫുൾ എൻട്രി സെറ്റപ്പ് ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ 3 മാസം ഏകദേശം ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്ന് 3-ാമത്തെ മാസം നിങ്ങൾ നോക്കേണ്ടത് ശരാശരി ഓരോ മാസം സെപ്പറേറ്റ് അല്ല എടുക്കേണ്ടത്, മൊത്തം എടുത്തിട്ട് നിങ്ങൾക്ക് ശരാശരി 15% കൂടുതൽ ലാഭം
കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. 15% കുറവാണെങ്കിൽ ഇത് വീണ്ടും തുടരുക. ഇനി 15% കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു അതിൻ്റെ മണി മാനേജ്മെൻറ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഞാൻ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളോട് പറയാത്ത ഒരു സംഭവം എന്താണുള്ളതെങ്കിൽ എൻട്രി സെറ്റപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സമയം, അവർ മാർക്കറ്റിൽ വരുന്ന സമയം, അവരുടെ സ്ട്രാറ്റജി, അവരുടെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഫണ്ട്, ക്യാപിറ്റൽ, ഇതൊക്കെ അതിനെ ബാധിച്ചിരിക്കും. അത് മാത്രമല്ല, അത് നിങ്ങൾ ശരിക്കും ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കേണ്ട ഒരു കാര്യം. ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ അയാളുടെ അനുഗ്രഹത്തോടു കൂടി പഠിച്ചെടുക്കേണ്ട കാര്യമാണ് എവിടെ എൻട്രി എടുക്കണം, നിങ്ങൾ പല സ്ട്രാറ്റജീസും യൂട്യൂബിൽ കണ്ടത് പലരും സക്സസ് ആവുന്നുണ്ടോ, പക്ഷെ നിങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നാൽ ആരാണോ പഠിപ്പിക്കുന്ന ആളെ അയാളുടെ ഒരു അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അവിടെ വരും എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വിടുന്നു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എടുക്കാം. അപ്പോൾ ഒരാളിൽ നിന്ന് നിങ്ങൾ എൻട്രി സെറ്റപ്പ് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കുക. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അടുത്ത എൻ്റെ ക്ലാസ് അനൗൺസ് ചെയ്യാൻ പോകണമെന്ന്. ഒരിക്കലുമില്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ല, ഞാൻ ട്രേഡർ മാത്രമാണ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് പോലും അല്ല ഞാൻ. അതുകൊണ്ട് ട്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഭവമല്ല. ഞാൻ ഇതിലൂടെ അതായത് ഹിഡൻ അജണ്ട ഒന്നും വയ്ക്കാതെ ലോസ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിന് സപ്പോർട്ട് ചെയ്യണം എന്ന ഒറ്റ ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത്. സോ ആ സെൻസിൽ തന്നെ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ 3 മാസം ഈ പരിപാടി തുടർന്നു. മാസത്തിൽ ശരാശരി 15% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്ന പരിപാടികളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ല, നിങ്ങൾക്ക് 15% താഴെയായിട്ടാണ് വന്നത്, കുറേ ലോസൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു നല്ല ലോസിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതേ രീതി ഈ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുക. പക്ഷേ ഒരു കാര്യം ചെയ്യണം, എന്തുകൊണ്ട് ലോസിലാണ് പ്രോഫിറ്റ് നിങ്ങൾക്ക് 5% 2% ഒക്കെ പ്രോഫിറ്റിലാണ് ഉള്ളതെങ്കിൽ, അതായത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ലാഭത്തിനെ കൊണ്ടുപോകുന്ന ഒരു ടീമാണ് ബ്രോക്കേഴ്സ്. കാരണം 15% പ്രോഫിറ്റ് 50,000 രൂപയുടെ 15% എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര, ഒരു 10%, 7,500 രൂപ. അതിനകത്ത് മിക്കവാറും അത്രയും ട്രേഡുകൾ ഉണ്ടെങ്കിൽ ഒരു 2,000 രൂപയോളം ബ്രോക്കറും കൊണ്ടുപോകും. ബാക്കിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ ഫൈനൽ കിട്ടുന്ന എമൗണ്ട് 15% ഉണ്ടാവണം കേട്ടോ. ബ്രോക്കറേജ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് 15% ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് 15% വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് പോകാം. അല്ല 5%, 2%, 8% ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ രീതി തന്നെ തുടരുക. എന്നിട്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് താളം തെറ്റുന്നത് അതിൽ വേണ്ട മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് അതിനെ സക്സസ്ഫുൾ ആക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ലോസിലോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തോ കുഴപ്പമുണ്ട്, 3 മാസവും ബാക്ക് ടു ബാക്ക് ലോസിലേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അത് തിരുത്താൻ തയ്യാറാവുക. അതുകൊണ്ടാണ് ഞാൻ നോട്ട്ബുക്ക് എഴുതണം എന്ന് പറഞ്ഞാൽ ഈ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ട്രേഡിലും നിങ്ങൾക്ക് എടുത്ത ട്രേഡ്, നിഫ്റ്റി ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന പൊസിഷൻ എടുത്തു, അതിനുശേഷം ഞാൻ എൻട്രി ചെയ്യുമ്പോൾ നിഫ്റ്റി ഇന്ന സ്ഥലത്തായിരുന്നു, എക്സിറ്റ് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്തായിരുന്നു. അതായത് താഴോട്ട് പോകുന്ന മാർക്കറ്റിൽ ഞാൻ മുകളിലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്, അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് കിട്ടിയ സിഗ്നൽ കറക്റ്റ് അല്ല എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ആവറേജ് 15% പെർ മന്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്യുക. ലോസിലാണെങ്കിൽ സ്ട്രാറ്റജി മാറ്റാനും ആവശ്യമായ എല്ലാ മാറ്റങ്ങൾക്കും നിങ്ങൾ തയ്യാറാവണം. പക്ഷേ ലോസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള 15% ലോസ് ഒന്നും വരാൻ പാടില്ല, അതിൽ കുറവായിരിക്കണം. കാരണം എല്ലാ ദിവസവും നമ്മൾ ലോസിൽ പോവില്ലല്ലോ. അത് അങ്ങനെ വെറും പൊട്ടന്മാർ മാത്രമായിരിക്കണം ട്രേഡ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ പോവുള്ളൂ. ഒന്നും മനസ്സിലാവാത്തത്. ഒരിക്കൽ ലോസ് ഉണ്ടാക്കിയ ആളിന് അത്യാവശ്യം ട്രേഡിങ് അയാൾ പഠിച്ചിട്ടുണ്ടാവാം നഷ്ടം ഉണ്ടായ സമയത്ത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്ന ആ സ്ട്രാറ്റജിയും കാര്യങ്ങളും, സ്ട്രാറ്റജി അല്ല, മണി മാനേജ്മെൻറ്റിൻ്റെ കുറേ കൺസെപ്റ്റും ഐഡിയാസൊക്കെയാണ്, അത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുക. ഓൾറൈറ്റ്, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു തുടങ്ങാൻ വേണ്ട സംഭവങ്ങൾ കിട്ടി എന്ന് തോന്നുന്നു. കാരണം അടുത്ത വീഡിയോ എനിക്ക് എപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക എന്നറിയില്ല. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ അതിനനുസരിച്ച് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് പോയിന്റ്സ് വേണ്ടി, ഇത് അതായത് ഏറ്റവും ഫൈനൽ വീഡിയോ വരുന്ന ദിവസം അതുവരെയുള്ള വീഡിയോസിൽ വന്ന എല്ലാ കമൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അതിനകത്ത് മറുപടി പറയുന്നതായിരിക്കും. സോ അതുവരേക്കും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോവുക. ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ എഴുതുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്ത് ഷെയർ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഏറ്റവും നല്ലത് ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി തരുമ്പോൾ ഒത്തിരി പേർക്ക് അത് വായിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.